ഈ ഐറ്റം ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു തവണ ഓർക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോടും. അത്രക്കും ടേസ്റ്റുള്ള ഒരു ഐറ്റമാണിത്. നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് അപ്പൂപ്പന്മാർ മുതൽ കുട്ടികൾ വരെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഇതിൻ്റെ പേരാണ് കൊള്ളിക്കച്ച്. എരിവും ഉപ്പും മധുരവും പുളിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു പ്രത്യേക ടേസ്റ്റാണ്. അത്രയ്ക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും വടക്കൻ മലബാറി രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കൊള്ളിക്കച്ചിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഈ മസാല സിറപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് 1 മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇത് എളുപ്പം 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കി വെക്കാൻ പറ്റും. ഞാൻ കപ്പയുടെ കൊള്ളി പോലത്തെ ചിപ്സാണ് എടുത്തിട്ടുള്ളത്. കപ്പയുടെ കുറച്ച് കട്ടിയുള്ള ചിപ്സാണെങ്കിൽ അതും കൊള്ളാം. അത് ഓരോരെണ്ണം എടുത്ത് കഴിക്കാം. നമുക്ക് ഇതിൽ മിക്സ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്യുന്നതൊക്കെ നിങ്ങളൊന്ന് കാണുക. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന പക്ഷേ വളരെ ടേസ്റ്റി ആയിരിക്കും. ചിപ്സ് കടയിൽ നിന്ന് വാങ്ങിയിട്ടും ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയിട്ടും ചെയ്യാം. റെഡിയാക്കി വെച്ച സിറപ്പും ചിപ്സും ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒരു ബൗളിലെടുത്ത് ഇട്ട് കൊടുത്ത് കുറച്ച് സിറപ്പുമായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കഴിക്കാൻ. ഈ റെസിപ്പി നമുക്ക് ചക്കയുടെ ചിപ്സ് കൊണ്ട് ചെയ്യാം, അല്ലാതെ നമ്മളെ മുറുക്കിൽ ചെറിയ മുറുക്ക്, ആ മുറുക്ക് കൊണ്ടും ചെയ്യാം. അതിന് മുറുക്കിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് മസാല ചക്ലി എന്ന് പറയും. ഇത് പല പേരിലും പറയുന്നുണ്ട്. നോർത്ത് ഇന്ത്യൻസൊക്കെ മസാല ചാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഇതിൽ ചേർക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളതായിരിക്കണം. അത് ഇത് മിക്സ് ചെയ്ത ശേഷം പെട്ടെന്ന് തന്നെ കഴിക്കണം, ഇല്ലെങ്കിൽ സോഗിയായി പോകും. ഇനി ഇതിൻ്റെ കുഞ്ഞു റെസിപ്പി കാണാം. നമ്മൾ ടേസ്റ്റി സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 10-20 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അത് ഈത്തപ്പഴം സീഡൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത ശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒരു 3/4 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കുതിർന്ന് വരാം, എന്നാലേ എളുപ്പത്തിൽ അരക്കാൻ പറ്റുള്ളൂ. ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഇത് അരക്കുമ്പോൾ. അപ്പം ഈ വെള്ളം തന്നെ എടുത്താൽ മതി. നന്നായി കുതിർന്ന് വരെ ഞാൻ 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി ഇൻഗ്രീഡിയൻസ് പറയാം. പകുതി ചെറുനാരങ്ങയുടെ നീര്, 2 ടേബിൾ സ്പൂൺ വിനീഗർ, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി, അത് കുരുവൊക്കെ കളഞ്ഞിട്ടെടുക്കണം. വാളംപുളിയുടെ സിറപ്പ് എടുത്തതുകൊണ്ട് കൂടി മിക്സി ജാറിലിട്ട് അരക്കുന്ന സമയത്ത് ഞാൻ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ചെയ്തത്. അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ 1 ടേബിൾ സ്പൂൺ ഷുഗർ വേണം. 1 ടീസ്പൂൺ ഉപ്പ് വേണ്ടി വരും, നിങ്ങൾ നോക്കിയിട്ട് ചേർത്തോളൂ. അതുപോലെ തന്നെ എരിവും നിങ്ങൾക്ക് വേണ്ടുന്നത് ചേർക്കാൻ ഞാൻ 1 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ചാറ്റ് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് 1 ടീസ്പൂൺ കഷ്ടി ഇടാം. ഞാൻ ചേർത്തില്ല. ഞാൻ പകരം 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെയും നമ്മുടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരയണം. കായമടക്കം എല്ലാം ഇട്ട് കൊടുത്തു. ഇനി അരക്കാൻ പോവാണ്. അരച്ചിട്ട് വരാം. നമ്മുടെ കച്ചിന് വേണ്ടുന്ന മസാല റെഡി. ഇത് നമുക്ക് നല്ല ക്ലീൻ ബോട്ടിലിൽ ഒഴിച്ച് വെച്ചാൽ ഫ്രിഡ്ജിൽ 1 മാസം വരെ സൂക്ഷിക്കാം. ഇനി ടേസ്റ്റി കൊള്ളിക്കച്ച് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാൻ പാകത്തുള്ള വലിയ ബൗളിലോട്ട് നമ്മൾ ചിപ്സ് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ഈ സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കൈ കൊണ്ട് പൊടിച്ച് കളയരുത്. കൈ കൊണ്ട് ചെയ്യാൻ പറയുന്നത് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ സിറപ്പ് എല്ലാവിടും എത്തണം, എല്ലാം നന്നായിട്ട് കുഴഞ്ഞ് വരണം. അതുകൊണ്ട് മാത്രമാണ്. ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഞാൻ മസാല റെഡിയാക്കിയിട്ടുള്ളൂ. അത് മുഴുവനായിട്ടും ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കൈ കൊണ്ട് തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്തത്. പിന്നെ കൂടുതൽ ഫോട്ടോ എടുക്കാൻ നിൽക്കാൻ സമയമില്ല. എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു കഴിക്കാൻ. ഇത് അധികം താമസിച്ചാൽ സോഗിയായി പോവും. അപ്പോൾ ആ ക്രിസ്പി തന്നെ കഴിക്കണമെങ്കിൽ അപ്പോൾ തന്നെ എല്ലാവരും കഴിക്കണം. അതുകൊണ്ട് തൽക്കാലം ഇത്ര ഫോട്ടോയിൽ തൃപ്തിപ്പെടുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.